നിന്റെ വാക്കുകളുടെ മൂർച്ചയും അതുണ്ടാക്കുന്ന വേദനയുടെ ആഴവും ഒരു വാളിനും സാധിക്കുന്നതല്ല. ഇത് പറയുന്നത് എൻ്റയർ സീരീസിലെ തന്നെ ദ 7 നിഞ്ച സ്പോർട്സ്മെൻ ഓഫ് ദ മിസ്റ്റ് എന്നറിയപ്പെടുന്ന ആ ഒരു എലൈറ്റ് സ്പോർട്സ്മെൻ നിഞ്ചകളിൽ ഒരാളായ നാറൂട്ടോ സീരീസിൽ തൻ്റെ ആദ്യത്തെ എ ക്ലാസ് അല്ലെങ്കിൽ എസ് ടയർ വില്ലനായ ഡീമൺ ഓഫ് ദ ഹിഡൻ മിസ്റ്റ് എന്നറിയപ്പെടുന്ന സാക്ഷാൽ സാബുസോ മൊമാച്ചി നമ്മുടെ നാറൂട്ടോ ഉസുമാക്കിയോട് പറയുന്ന വാക്കുകളാണിവ. അതെ, സാബുസോ മൊമാച്ചി, ഡീമൺ ഓഫ് ദി ഹിഡൻ മിസ്റ്റ്. നമ്മുടെ ഹിഡൻ മിസ്റ്റ് എന്ന് പറയുന്ന ഒരു വില്ലേജ് AKA കിരിഗാക്കുറെ എന്ന് പറയുന്ന വില്ലേജിലെ ഒരുതരം റോഗ് എലൈറ്റ് ലെവൽ നിഞ്ചയായിട്ടാണ് സാബുസോ മൊമാച്ചിനെ സീരീസ് നമ്മളിൽ പരിചയപ്പെടുത്തുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ ഒറിജിനൽ നറൂട്ടോ സീരീസിന്റെ ലാൻഡ് ഓഫ് വേവ്സ് എന്ന് പറയുന്ന ആ ഒരു ആർക്കിൽ നമ്മുടെ പാലം പണിയാൻ വരുന്ന മിസ്റ്റർ ടാസുണോയെ അസാസിനേറ്റ് ചെയ്യുവാൻ വേണ്ടി ഗാറ്റോ കമ്പനി അഥവാ ഗാറ്റോ നിയമിക്കുന്ന ഒരു റോഗ് നിഞ്ചയായിട്ടാണ് നമ്മുടെ സാബുസോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് സാബുസോ മൊമാച്ചി ഒരു ഇൻഫേമസ് അസാസിനേഷൻ സ്ക്വാഡിന്റെ ലീഡർ ആണെന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന് ഡീമൺ ഓഫ് ദി ഹിഡൻ മിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പട്ടപ്പേര് കിട്ടുവാൻ ഒരു കഥയുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ സാബുസയുടെ കാലഘട്ടത്തിൽ ഹിഡൻ മിസ്റ്റ് വില്ലേജിലെ അക്കാഡമി നിഞ്ചകൾ പാസ്സാകണമെങ്കിൽ ഒരു ബ്രൂട്ടൽ എക്സാം ഉണ്ടായിരുന്നു. അക്കാലത്ത് ആ ഒരു എക്സാം കാരണം ഹിഡൻ മിസ്റ്റ് വില്ലേജിനെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ബ്ലഡി മിസ്റ്റ് എന്നായിരുന്നു. അതായത് അക്കാഡമി ഗ്രാജുവേറ്റ് ചെയ്യണമെങ്കിൽ സ്വന്തം കൂടെ പഠിക്കുന്ന പിള്ളേരെ അല്ലെങ്കിൽ കൂട്ടുകാരെ വധിക്കണം അല്ലെങ്കിൽ കൊല്ലണം. ബട്ട് നമ്മുടെ സാബുസോയുടെ കാര്യത്തിൽ ഇച്ചിരി വെറൈറ്റി ഉണ്ട്. കാരണം അദ്ദേഹം ഒരു അക്കാഡമി ലെവലായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് പോലും അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി തുടങ്ങിയപ്പോൾ. അതായത് ഹിഡൻ മിസ്റ്റിലെ അക്കാഡമിയിൽ എൻറോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാബുസ സിംഗിൾ ഹാൻഡ്ലി സ്ലോട്ടേഡ് 100 അല്ലെങ്കിൽ 100 സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ അക്കാഡമി. അനിമിൽ ഇതിൽ എടുത്തു പറയുന്ന ഒരു വാചകമുണ്ട്: ഇറ്റ് വാസ് ദ ആക്ട് ഓഫ് എ ചൈൽഡ് ബട്ട് നോട്ട് എ നോർമൽ ചൈൽഡ്, ഇറ്റ് വാസ് ദ ആക്ട് ഓഫ് എ മോൺസ്റ്റർ. അങ്ങനെയാണ് ആ ഒരു ഇൻഫേമസ് ഏലിയാസ് കിട്ടിയത്, ഡീമൺ ഓഫ് ദി ഹിഡൻ മിസ്റ്റ് കിരിഗാക്കുറെ കോക്കിജിൻ. ഇദ്ദേഹം അവിടുന്ന് പിന്നെ വളർന്ന് ഒരു എലൈറ്റ് ജോനിനാവുകയും, എന്തിനേറെ എടുത്തു പറയുന്നു, അദ്ദേഹം അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, എടുത്തു പറയുകയാണെങ്കിൽ മെമ്പർ ഓഫ് ദി 7 നിഞ്ച സ്പോർട്സ്മെനിൽ അംഗമാകുകയും ചെയ്തു സാബുസോ മൊമാച്ചി. അദ്ദേഹത്തിൻ്റെ മെയിൻ വെപ്പൺ അല്ലെങ്കിൽ ആ ഒരു സ്വോർഡിൻ്റെ പേരാണ് കുബിക്കിരി ബോച്ചോ. ബട്ട് എന്നിരുന്നാലും അദ്ദേഹത്തിന് ആ ഒരു വില്ലേജും അവിടുത്തെ സമ്പ്രദായങ്ങളൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ കാഗെ ആയിക്കൊണ്ടിരുന്ന, അതായത് 4th മിസൂക്കാകെ ആയിക്കൊണ്ടിരുന്ന യാഗുറയായിട്ട് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇഷ്ടമല്ലായിരുന്നു. അതോടൊപ്പം തന്നെ സാബുസോയ്ക്ക് അവിടെ റൂൾ ചെയ്യണമെന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ സാബുസോയിനെ പിന്തുണയ്ക്കുന്ന കുറച്ച് കൂട്ടുകാരും ചേർന്ന് 4th മിസൂക്കാഗേനെ അങ്ങോട്ട് വധിക്കുവാൻ തന്നെ പ്ലാൻ ഇട്ടു. എന്നാൽ ആ പ്ലാൻ അമ്പെ പരാജിതമായി പോയി. അതുകൊണ്ട് തന്നെ അവന് ആ നാട്ടിൽ നിന്ന് ഓടിപ്പോവേണ്ടതായി വന്നു. അതുകൊണ്ട് തന്നെ ആ നാടുൾപ്പെടെ എല്ലാ മേജർ നേഷൻസിലും ഒരു എസ് ടയർ ആയിട്ടുള്ള റോഗ് നിഞ്ച അല്ലെങ്കിൽ റവഡി നിഞ്ചയായിട്ട് സാബുസോ മൊമാച്ചിനെ പരിഗണിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ 7 സ്പോർട്സ്മെനിൽ അംഗമായിരുന്നല്ലോ സാബുസോ. അവിടുത്തെ ഏറ്റവും വൺ ഓഫ് ദി ഐക്കോണിക് സ്പോർട്സ് തന്നെയായിരുന്നു ഈ കുബിക്കിരി ബോച്ചോ. ഇതിന് എക്സിക്യൂഷണേഴ്സ് സ്വാഡ് എന്ന് പറയുന്ന ഒരു വിളിപ്പേരുമുണ്ട്. ഇതും എടുത്തുകൊണ്ടാണ് നമ്മുടെ സാബുസോ അവിടുന്ന് ഓടിപ്പോയത്. ഇവിടെ നിന്ന് റിട്രീറ്റ് ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം ഒരിക്കലും വിട്ടിരുന്നില്ല. അദ്ദേഹം ഒരു പ്രൊഫഷണൽ മേഴ്സണറിയായി. അതെ, ഒരു 1 ഗുണ്ട. അദ്ദേഹത്തിൻ്റെ സ്കില്ലിനെ പറ്റി പറയണ്ടല്ലോ, വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോർട്സ്മാൻ. അതോടൊപ്പം തന്നെ ഹിഡൻ മിസ്റ്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ജോണിൻ ലെവൽ എലൈറ്റ് നിഞ്ച. അങ്ങനെ അദ്ദേഹം കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ഒരു തവണയും കൂടെ മിസൂക്കാഗേനെ എതിർക്കുവാൻ വേണ്ടി ഇങ്ങനെ ഓരോ മേഴ്സണറികളുടെ മിഷൻസ് സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു മിഷൻ കിട്ടിയതാണ് നമ്മുടെ ഗാറ്റോ കമ്പനിയിൽ നിന്ന്. അതായത് നാറൂട്ടോ സീരീസിൽ മിസ്റ്റർ ടാസുന എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു ബ്രിഡ്ജ് പണിക്കാരൻ അല്ലെങ്കിൽ ഒരു പാലം പണിക്കാരൻ.
ഈ പാലം അവിടെ വന്നു കഴിഞ്ഞാൽ ഗ്യാറ്റോ കമ്പനി എന്ന് പറയുന്ന ആ ഒരു കമ്പനിക്ക് വളരെയധികം നഷ്ടമുണ്ടാകുകയും അതിൻ്റെ ഓണറായിട്ടുള്ള ഗ്യാറ്റോയ്ക്ക് ഇത് സഹിക്കുവാൻ വയ്യാതെ മിസ്റ്റർ ടാസുനോയെ കൊല്ലുവാൻ വേണ്ടി ഡീമൺ ഓഫ് ദി ഹിഡൻ മിസ്റ്റ് എന്നറിയപ്പെടുന്ന നമ്മുടെ സാബുസോ മൊമാച്ചിയുടെ അഭയം പ്രാപിക്കുകയും സാബുസ ആദ്യം തൻ്റെ അനുയായികൾ, അവരെ വിളിക്കുന്നത് ഡീമൺ ബ്രദേഴ്സ് എന്നാണ്, അവരെ വിടുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ നമ്മുടെ ടാസുനോയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത് ടീം 7 ഓഫ് കൊണോഹയായിരുന്നു. അതെ, കക്കാഷി സെൻസയുടെ നേതൃത്വത്തിലുള്ള നാറൂട്ടോ ഉസുമാക്കിയും സാസ്കെ ഉച്ചിഹയും സാക്കുറോയും. അനുയായികളായ ഡിമൺ ബ്രദേഴ്സിനെ കക്കാഷി ഉൾപ്പെടെയുള്ള പിള്ളേർ ചാമ്പ് ചെയ്ത് മനസ്സിലാക്കിയ നമ്മുടെ സാബുസോ നേരിട്ട് അവരെ കാണുവാൻ വരികയാണ്. എന്നിട്ട് ടാസുനോയെ വധിക്കുവാനാണ് പ്ലാൻ. ആ ഒരു ടൈമിലാണ് സാബുസോയ്ക്ക് മനസ്സിലാകുന്നത്, നോ വണ്ടർ എൻ്റെ പിള്ളേർ തോറ്റുപോയതിൽ ഒരു അത്ഭുതവുമില്ല, കാരണം അവർ എതിർത്ത് നിന്നത് ദ കോപ്പി നിൻസേനയായിരുന്നു, കക്കാഷി ഹട്ടാക്കെ. എടുത്തു പറയുകയാണെങ്കിൽ ഇവർ തമ്മിൽ കാണുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ സാബുസോ മൊമാജി പ്രൈസ് ചെയ്യുകയാണ്. ഇറ്റ്സ് എ ഹോണർ ടു ഫൈറ്റ് വിത്ത് യു എന്നാണ് നമ്മുടെ സാബുസോ മൊമാജി കക്കാഷിയോട് പറയുന്നത്. അതായത് സീരീസിൻ്റെ ആദ്യ ഭാഗമായതുകൊണ്ട് തന്നെ കക്കാഷി എന്ന് പറയുന്ന ആ ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ, അത് ആ ഒരു റെസ്പെക്റ്റ്, ഒരു റൈവൽ റെസ്പെക്റ്റ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ കക്കാഷിയും പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ നറൂട്ടോ ഇങ്ങനെ അടിച്ച് നിൽക്കുകയാണല്ലോ, ആരെ വേണമെങ്കിലും തോപ്പിക്കാമെന്നുള്ള ഒരു മൈൻഡിൽ. കക്കാഷി പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് മാറി നിന്നോ, ഇത് വേറെ ലീഗാണ് മോനെ, അത് സാബുസോ മൊമാച്ചിയാണ്, ഡീമൺ ഓഫ് ദി ഹിഡൻ മിസ്റ്റ്. കക്കാഷി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. സാബുസോയുടെ ഒരു സ്പെഷ്യൽ ടൈപ്പുള്ള ഒരു കില്ലിംഗ് ഉണ്ട്, ദ സൈലൻറ്റ് കില്ലിംഗ്. അതായത് ഹിഡൻ മിസ്റ്റിൽ നിന്നാണല്ലോ വരുന്നത്. ഇദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഒരു മഞ്ഞ് പരത്തും, ഒരു തരം മിസ്റ്റ്. ഇതിൽ നിന്ന് നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണുവാൻ പറ്റില്ല. ആ ഒരു ടൈമിൽ എനിമി വരുന്നെന്ന് നമുക്കറിയാൻ പോലും പറ്റുന്ന ആ ഒരു ടൈം, ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ആൾക്കാരെ അങ്ങ് കൊന്നിട്ട് പോകും. ദ സൈലൻറ്റ് കില്ലിംഗ്, അതിലൊരു എക്സ്പേർട്ട് തന്നെയായിരുന്നു നമ്മുടെ സാബുസോ മൊമാച്ചി. ഇതിൽ നമ്മുടെ കക്കാഷി തന്നെ പറയുന്നുണ്ട്, ദ ഓൺലി സൗണ്ട് യു വിൽ ഹിയർ ഈസ് യുവർ ഓൺ ബ്ലഡ് ഹിറ്റിംഗ് ദ ഗ്രൗണ്ട്. ആകെ ഒരു ഒച്ച മാത്രമേ നിനക്ക് കേൾക്കുവാനാകൂ, അത് നിൻ്റെ സ്വന്തം ചോര മണ്ണിൽ പതിക്കുന്ന ആ ഒരു ഒച്ചയായിരിക്കുമെന്ന്. അതോടൊപ്പം തന്നെ നമ്മുടെ സാബുസോ മൊമാച്ചിയുടെ സ്പെഷ്യാലിറ്റീസ് ആയിരുന്നു ഈ വാട്ടർ ക്ലോൺ ജുറ്റ്സും, വാട്ടർ പ്രിസൺ ജുജിറ്റ്സും, വാട്ടർ ഡ്രാഗൺ ജുറ്റ്സും, വാട്ടർ ഷാർക്ക് ബോംബ് ജുറ്റ്സും എല്ലാം. ഇതിലെല്ലാം ഒരു മാസ്റ്റർ തന്നെയായിരുന്ന സാബുസോയിനെ എലൈറ്റ് ലെവലായിട്ടുള്ള ഷിനോബീസ് പോലും അന്നത്തെ കാലത്ത് പേടിച്ചിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, 7 നിഞ്ച സ്പോർട്സ്മെൻ ബ്ലേഡ്സിൽ ഒന്നായ കുബിക്കിരി ബോച്ചോ. അനിമിൽ ആ ഒരു വാളിനെ നല്ല വെയിറ്റ് ആയിട്ടാണ് പ്രതിപാദിക്കുന്നത്, പക്ഷേ സാബുസോ എന്ത് കൂളായിട്ട് അത് കൈകാര്യം ചെയ്യുന്നതെന്ന് കണ്ടവർക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ അതിനെ ഇരയാവുന്നവരുടെ രക്തം വെച്ച് ആ സ്വോർഡ് ഹീൽ ചെയ്യും. അതായത് ആ ഒരു വാളിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് ആരെയാണോ പ്രഹരിക്കുന്നത് അയാളുടെ രക്തം വീണ് കഴിഞ്ഞാൽ ആ ഒരു വാള് വീണ്ടും ഹീലായി പഴയതുപോലെ തന്നെയാവും. പേഴ്സണാലിറ്റി ആൻഡ് ക്യാരക്ടർ വൈസ് പറയുകയാണെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു നാറൂട്ടോ സീരീസിൽ നമ്മുടെ സാബുസോ മൊമാച്ചി. എന്തിനേറെ എടുത്തു പറയുന്നു, സാബുസോയുടെ ഏറ്റവും ലോയൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ, അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് സാബുസോ മരിക്കുന്നിടം വരെ അംഗീകരിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ റിയാലിറ്റി. അതായത് ഹാക്കുവിനെ പറ്റിയാണ്. ഹാക്കുവിനെ പറ്റി വേറൊരു വീഡിയോ വരുന്നതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. സാബുസോയുടെ ഒരു വലങ്കൈ പോലെ തന്നെ, അല്ലെങ്കിൽ അവനെ അത്രയധികം ഇഷ്ടമുണ്ടായിരുന്ന, സാബുസോനെ അത്രയധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരേ ഒരാളും ഉണ്ടായിരുന്നുള്ളൂ, ഹാക്കു. ഈ ഒരു ഹാക്കുവിനെ പോലും താൻ തൻ്റേതായ നേട്ടങ്ങൾക്ക് വേണ്ടി വെറും ഒരു പപ്പറ്റായിട്ട് ഉപയോഗിച്ചു എന്നുള്ള ഒരു ഗിൽട്ട്, കുറ്റബോധം കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നിന്റെ വാക്കുകളുടെ മൂർച്ച ആഴമെന്ന് പറഞ്ഞത്, അത് നറൂട്ടോ ഉസുമാക്കിയോട് പറയുന്ന വാക്കുകളാണ്. അതായത് ഹാക്കു സാബുസോ മൊമാച്ചിയെ രക്ഷിക്കുവാൻ വേണ്ടി കക്കാഷി ആയിട്ടുള്ള ഫൈറ്റിൽ കക്കാഷിയുടെ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ചിഡോരി സ്വയമായിട്ട് ഏറ്റുവാങ്ങുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഇവൻ എനിക്ക് വേണ്ടി മരിക്കേണ്ടവൻ തന്നെ ആയിരുന്നു, നീ കറക്റ്റാണ് ചെയ്തതെന്നൊക്കെ പറയുന്ന സാബുസോയുടെ മുഖത്ത് നോക്കി നറൂട്ടോ ഉസുമാക്കി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നിന്നെ അവന് വലിയ കാര്യമായിരുന്നു, എന്നിട്ട് നീ ഇവനെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു കുറേ ഒരു സ്പീച്ച് പോലെ തന്നെ നറൂട്ടോ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട നമ്മുടെ സാബുസു ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുകയാണ്. ആ ഒരു ടൈമിലാണ് സാബുസോ മനസ്സിലാക്കുന്നത് എങ്ങനെ, എന്തുകൊണ്ട് ഇത്രയും അധികം ഹാക്കു എന്നെ സ്നേഹിച്ചു എന്നുള്ളത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ സാബുസോയുടെ, അതായത് ലിറ്ററലി സാബുസോ കരയുകയാണ് അവിടെ. അത് കാണുമ്പോൾ തന്നെ സാബുസോയുടെ ഇമോഷൻ നമുക്ക് മനസ്സിലാകും.
എന്നിരുന്നാലും നാറൂട്ടോ സീരീസ് കാണുന്നവർക്ക് ആദ്യത്തെ ആ ഒരു ആർക്കിൽ ഇവരെ രണ്ടുപേരെ മറക്കുവാനാവില്ല. ആ ഒരു സ്പെഷ്യൽ ബോണ്ട് ഹാക്കു ആൻഡ് സാബുസ. വില്ലന്മാരാണേലും ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ആർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്ന് ഇത്രയും അധികം ഇമോഷണലി കിക്കാക്കിയിട്ട് നമ്മളെ ഒരു അയ്യോ ഇവർ ചാവുണ്ടായിരുന്നോ, ഇവർ ഒരുമിച്ച് നല്ല രീതിയിൽ ജീവിച്ചാൽ മതിയായിരുന്നു എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് അവരെ കൊണ്ട് ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. ഹാക്കു സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്ത് സാബുസോനെ കക്കാഷിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നുണ്ടെങ്കിലും സെക്കൻഡ് ടൈം എന്തിനേറെ പറയുന്നു, അവരുടെ ആ ഒരു രണ്ടാമത്തെ കണ്ടുമുട്ടലിൽ കക്കാഷി സാബുസോനെ ഡിഫീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജുജുത്സു ഒന്നും ചെയ്യാൻ പറ്റാതെ രണ്ട് കൈയും റിപ്പ് ഓഫ് ആക്കി കക്കാഷി വിടുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഗാറ്റോ വന്നിട്ട് നിന്നെ കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെയുള്ള കുറേ റോക്ക് നിഞ്ചാസും കൂടെ വന്ന് സാബുസോനെ വരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഹാക്കു മരിച്ചതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയാണ്. ഈ ഒരു ടൈമിൽ കക്കാഷി നാറൂട്ടോയോട് പറയുന്നുണ്ട് ഇത് അവൻ നോക്കിക്കോളുവാന്ന്. വായിലൊരു കത്തിയും വെച്ചിട്ട് ഗാറ്റോയും ഗാറ്റോയുടെ പിള്ളേർക്കും നേരെ നമ്മുടെ സാബുസോ പോകുന്നൊരു പോക്കുണ്ട്. എൻ്റെ മോനെ, അതൊരു ഒന്നൊന്നര ഫീല് തന്നെയായിരുന്നു. ആ ഒരു രോക്ഷത്തിൽ ഗാറ്റോയിനെ തന്നെ കൊന്നിട്ട് തിരിച്ച് ഗാറ്റോയുടെ ആ ഒരു ഗ്യാങ് അല്ലെങ്കിൽ അസാസിനേറ്റേഴ്സിനെ നോക്കുന്ന ഒരു നോട്ടം, അതൊക്കെ ഒരു റേഞ്ച് നോട്ടം തന്നെയായിരുന്നു. എന്നിട്ട് പോലും അവിടെ ഉണ്ടായിരുന്ന പകുതി നിഞ്ചാസിനെയും ആ ഒരു കയ്യുമില്ലാതെ വായിൽ കത്തി വെച്ചുകൊണ്ട് മാത്രം സാബുസോ ഫൈറ്റ് ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. അവസാനം റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള കക്കാഷിയോട് ചെന്ന് പറയുന്നുണ്ട്, ഞാൻ മരിക്കുമ്പോൾ എന്നെ ഹാക്കുവിൻ്റെ അടുത്ത് തന്നെ അടക്കം ചെയ്യണം, ഞങ്ങൾ നരകത്തിലെങ്കിലും ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന്. എന്തിനേറെ പറയുന്നു, സാബുസോയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ്സ് ഇൻ അനിമെ, അതായത് നമ്മുടെ നാറൂട്ടോ സീരീസിലെ സാബുസോയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ്സ് ഇങ്ങനെയായിരുന്നു, ഹാക്കു യു വെർ ഓൾവേസ് അറ്റ് മൈ സൈഡ്, ദ ഓൺലി വൺ ഹു എവർ മാറ്റർ ടു മീ. സോ അത്തരമൊരു റോഗ് നിഞ്ചയുടെ ഇമോഷൻസ് കുട്ടിക്കാലത്ത് 100 സഹയാത്രികളെ കൊന്നുകഴിഞ്ഞ ഡിമൺ ഓഫ് ദി ഹിഡൻ മിസ്റ്റ് എന്ന് മുദ്ര കുത്തിയ മിസുകാഗേനെ പോലും വധിക്കുവാൻ ശ്രമിച്ച ആ ഒരു ഒന്നൊന്നര റവുഡി ഗുണ്ടയായിട്ടുള്ള സാബുസോയുടെ മൈൻഡിലും ഒരു നിമിഷത്തേക്ക് ഇമോഷൻ കടന്നുകൂടി. അത് നമ്മുടെ നാറൂട്ടോ ഉസുമാക്കിയ കാരണം കണ്ടവർക്ക് അതൊരിക്കലും മറക്കുവാനാവില്ല എന്ന് സുനിശ്ചിതമാണ്. ബട്ട് സീരീസ് പുരോഗമിക്കുന്ന സമയത്ത് 4th ഗ്രേറ്റ് നിഞ്ചാവാറിൻ്റെ സമയത്ത് നമ്മുടെ ഏഡോ ടെൻസൈ വെച്ചിട്ട് കബൂട്ടോ ഇവരെ റീഇൻകാർണേറ്റ് ചെയ്തുകൊണ്ടിരുന്നൊക്കെ ഉണ്ട്. ആ ഒരു ടൈമിൽ കക്കാഷിയോട് നമ്മുടെ സാബുസോ പറയുന്നുണ്ട്, എന്നെ ഇതിന് അനുവദിക്കരുത്, എനിക്ക് ഹാക്കുമായിട്ട് ജീവിക്കുവാനുള്ള ആ ഒരു മെമ്മറീസ് എനിക്കിനി വേറെ രീതിയിൽ കാണണ്ട എന്നൊക്കെ. സോ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് കാര്യമൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് റീഇൻകാർണേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സാബുസോയുടെ മെയിൻ സ്റ്റോറി പറയുന്നത് ഫസ്റ്റ് ഒറിജിനൽ സീരീസിലെ ഈ ഒരു ആദ്യത്തെ ആർക്കിൽ തന്നെയാണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നമ്മൾ ഒരു നിഞ്ച ടയർ ലിസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്, A, B, C, S ടയർ അങ്ങനത്തെ. അതിലുറപ്പായിട്ടും എസ് ടയർ റാങ്കിൽ സാബുസോ വരത്തില്ല. പക്ഷേ ഇൻ ടേംസ് ഓഫ് ലെഗസി, ഇൻ ടൈംസ് ഓഫ് ഡിസൈൻ, ഇൻ ടൈംസ് ഓഫ് ക്യാരക്ടർ ആർക്ക്, ഇമോഷൻ ആൻഡ് ഇമ്പാക്റ്റ്, അതിലുറപ്പായിട്ട് സാബുസോ മൊമാശി ഉണ്ടാവും. സോ ഇതായിരുന്നു ഇന്നത്തെ ആനിമെയിലെ ക്യാരക്ടർ അനലൈസ് വീഡിയോ. ഇനിയും ഓരോ ക്യാരക്ടേഴ്സ്, ചെറിയ ക്യാരക്ടേഴ്സ് തൊട്ട് വലിയ ക്യാരക്ടേഴ്സ് വരെ നമ്മൾ ഇനിയും അനലൈസ് ചെയ്ത് പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് വിത്ത് ടോക്സ് ലോർ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ. Yeah, yeah.